സ്മൃതി, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മനാഫിനെ വിളിച്ച് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഒരു മൃതദേഹത്തെക്കുറിച്ചുള്ള വിവരം കൊടുക്കുന്നത്. അതായത് ഷിരൂരിലെ ഈ ദുരന്തവും അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന തെരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കും അറിയുന്നതാണ്. അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ മനാഫിനെ വിളിക്കുന്നതും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ചിത്രങ്ങളടക്കം എടുത്ത് അയച്ചു തരാമെന്ന് പറയുന്നതും. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ കൈവശം ഈ മൃതദേഹം എടുക്കേണ്ട ബോട്ട് സംവിധാനമോ മറ്റ് യന്ത്ര സംവിധാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ മനാഫ് തന്നെയാണ് അത് പോലീസിനെയും അവിടുത്തെ DYSPയെയും അതുപോലെ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളെയും വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ പോലീസും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മൃതദേഹം പുറംകടലിൽ നിന്നെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും നമുക്കതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ളവ ഫോട്ടോ അടക്കം തിരിച്ചറിയണമെങ്കിൽ ഫോട്ടോ അടക്കം കിട്ടേണ്ടതുണ്ട്. അത് കിട്ടുകയും ചെയ്യുക അതിനുശേഷമായിരിക്കുമെന്നാണ് മനാഫ് ഇപ്പോഴും അറിയിക്കുന്നത്. മനാഫിന് അല്പസമയം മുൻപും ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള ഫോട്ടോകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ലഭ്യമായാൽ മാത്രമേ നമുക്ക് കൂടുതലായി ഇതാരാണെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളടക്കം പറയാനാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനാഫും ഇപ്പോൾ ഷിരൂരിലേക്ക് ഈ ബോഡി കണ്ടെത്തിയ ഹൊന്നാവറിലേക്ക് അടക്കം പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. മറ്റൊന്ന് അർജുൻ്റെ കുടുംബത്തിലുള്ള ഒരു അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അർജുൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് സുഖമില്ലാതെ ഒരു സർജറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആശുപത്രിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് പോവുക അസാധ്യമാണ്. മാത്രമല്ല സ്മൃതി സൂചിപ്പിച്ചതുപോലെ അവർ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്ന ഒരു സാഹചര്യവുമില്ല. ഇന്ന് രാവിലെ അടക്കം നമ്മൾ അർജുൻ്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നത് തെരച്ചിൽ അവസാനിപ്പിക്കരുത്, തുടരണം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അവരുടെ നിലപാടും അതുതന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഈ മൃതദേഹം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ DNA പരിശോധനകളടക്കം നടത്തും എന്നുള്ളതാണ്. നേരത്തെ തന്നെ അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിളുകൾ ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഈ DNAക്ക് ഏതെങ്കിലും തരത്തിൽ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് അടക്കമുള്ള പരിശോധനകൾ നടത്തും. പക്ഷേ അതിൻ്റെ അടക്കം ഫലം വരാൻ അല്പം വൈകുമെന്നാണ് അറിയുന്നത്. പക്ഷേ മൃതദേഹത്തെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും മാർഗം ആ ശരീരത്തിലോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇപ്പോൾ ലക്ഷ്യം. അതിനുകൂടി വേണ്ടിയാണ് ഫോട്ടോകളടക്കം സംഘടിപ്പിക്കണമെന്നുള്ള കാര്യം മനാഫ് അടക്കം പറയുന്നത്. മനാഫ് പോയതിനു ശേഷമോ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയോ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികളോ അവിടെ നിന്ന് അയക്കുന്ന ഫോട്ടോയോ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും അവിടെയുള്ള ഫോട്ടോ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക. പക്ഷേ ഇപ്പോൾ 20 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹം ഇങ്ങനെ ഒഴുകി നടക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് അവിടുന്ന് സതീഷ് തയ്യിൽ MLAയും അതുപോലെ ഈശ്വർ മാൽപ്പയും അടക്കം നമ്മളോടിപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അതുതന്നെയാണ് MK രാഘവൻ MP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒഡീഷ സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെ അവിടെ നിന്ന് കാണാതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണോ ഇതെന്ന കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും 3 പേരെയാണ് ഷിരൂർ ദുരന്തത്തിൽ, അർജുനടക്കം ലോകേഷ് അടക്കം ജഗന്നാഥ് അടക്കമുള്ള 3 പേരെയാണ് ഷിരൂർ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത്. അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഒരു പുരുഷൻ്റെ മൃതദേഹമാണെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊരു സംശയത്തിൻ്റെ മാത്രം നിഴലിൽ നിർത്താവുന്ന കാര്യങ്ങളാണ്. എന്നാൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംശയം കൂടിയാണ് അതെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി മനാഫ് അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഈശ്വർ മാൽപ്പെ അവിടെ എത്തുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കുടുംബത്തിന് തെരച്ചിൽ തുടരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് അർജുൻ്റേതായ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് കിട്ടണമെന്നുള്ള നിലപാട് തന്നെയാണ് കുടുംബത്തിനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ DNA പരിശോധന അടക്കം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് അർജുൻ്റെ സഹോദരൻ്റെ DNA നേരത്തെ ശേഖരിച്ചതുമാണ്. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരിച്ച വാർത്തകൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദേശത്തുള്ള DYSP അടക്കമുള്ള പോലീസ് സംഘം അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. സതീഷ് തയ്യിൽ MLA അടക്കമുള്ള ആളുകൾ ഇതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയുന്നു. ഈശ്വർ മാൽപ്പെ ഉടൻ എത്തും. മാത്രവുമല്ല മത്സ്യത്തൊഴിലാളികൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അവർക്കിപ്പോൾ ആ മൃതദേഹം പുറത്തെത്തിക്കാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സർക്കാർ സംവിധാനങ്ങളോട് അങ്ങോട്ടെത്താനായി അവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.